കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്നതിന് ഒക്കുന്നുവെന്ന് അതിനോട് ഉപമിച്ചിട്ടാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെയും 24-ഉം 25-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1 അതിന്റെ 23, 24, 25 വാക്യങ്ങൾ. ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളിനോട് ഒക്കുന്നു. അടുത്ത വാചകം: അവൻ തന്നെ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാവരും ആ വാക്യം എടുത്തോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളിലൊന്ന് ആ വാചകം ഒന്ന് എടുത്ത് എല്ലാവരും എന്നോടൊപ്പം ഒന്ന് വായിച്ച്. ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളിനോട് ഒക്കുന്നു. വചനം കേൾക്കുകയും വചനം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറയുക, വചനം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, വചനം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക? തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാ. ഒരാൾ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കിയാൽ എന്ത് കാണാം? തൻ്റെ മുഖം കാണാം, അല്ലേ? താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാകും. തൻ്റെ കണ്ണെങ്ങനെയാ, തൻ്റെ മൂക്ക് എങ്ങനെയാ, തൻ്റെ ചുണ്ട് എങ്ങനെയാ, തൻ്റെ നിറം എങ്ങനെയാ. അയാൾ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് അയാൾക്ക് തൻ്റെ മുഖം മനസ്സിലാകുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, കണ്ണാടി നമ്മുടെ മുഖത്തെ കാണിച്ചു തരും. ഹല്ലേലൂയ. ഒരാളോടും കൂടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, കണ്ണാടി തൻ്റെ മുഖത്തെ കാണിച്ചു തരും, നമ്മളെ കാണിച്ചു തരും. ഇങ്ങനെ പറഞ്ഞാട്ടെ, കണ്ണാടി എന്ത് ചെയ്യും? നമ്മൾ ആരാന്ന് കാണിച്ചു തരും, നമ്മളെ കാണിച്ചു തരും. വേദപുസ്തകം പറയുക, കണ്ണാടി പോലെയാ ദൈവവചനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവവചനം എന്താ കണ്ണാടി പോലെ എന്ന് പറയാൻ കാരണം, ഒരു കണ്ണാടി നോക്കുന്നത്, ഒരു മനുഷ്യൻ കണ്ണാടി നോക്കിയാൽ ആ മനുഷ്യനെ അത് കാണിക്കുന്നത് പോലെ ദൈവവചനം പറയുക, ദൈവവചനം അതുപോലെയാ, കണ്ണാടി പോലെയാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ ദൈവവചനം കേൾക്കാനും ദൈവവചനം വായിക്കാനും തുടങ്ങിയാൽ കണ്ണാടി പോലെ അത് നമ്മളെ തന്നെ കാണിച്ചു തരും, നമ്മൾ ആരാണെന്ന് കാണിച്ചു തരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് കണ്ണാടി പോലെയാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആരാന്ന് മനസ്സിലായി കിട്ടും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന? ഞാൻ പറഞ്ഞേ, എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? നമ്മൾ ആരാണെന്ന് മനസ്സിലായി കിട്ടും. ഒരു കണ്ണാടി നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ആരാന്ന് മനസ്സിലാകും, അല്ലേ? എൻ്റെ മുഖം എങ്ങനെയായിരിക്കുന്നെന്ന് മനസ്സിലാകും. അതേപോലെ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് പറഞ്ഞേ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് അതിനൊരു അടിയിലൊരു വാചകം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് ഞാൻ എഴുതി വെച്ച് നിങ്ങൾക്കൊന്ന് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. This means God expects you to always remember who you are according to the word of God. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ദൈവവചന പ്രകാരം ഞാനും നിങ്ങളും എങ്ങനെയാണ് ആയിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർമ്മിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ആ വാചകം എഴുതി വെക്കണം. നിങ്ങൾ ആ വാചകം എഴുതി വെക്കുന്നവരൊന്ന് എഴുതി വെക്കാവോ? This means God expects you to always remember. ദൈവം എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ എപ്പോഴും ഓർമ്മിക്കുവാൻ. ഓർമ്മിക്കുവാൻ? Who you are according to the word of God. നിങ്ങൾ ആരാണ് ദൈവവചന പ്രകാരം എന്ന് ഓർമ്മിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ് എന്ന് ദൈവവചന പ്രകാരം ഓർമ്മിക്കുവാൻ ആരാഗ്രഹിക്കുന്നുണ്ട്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സത്യത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്നാണെന്നറിയോ? നീ ആരാണ്? ക്രിസ്തു യേശുവിൽ ഞാൻ ആരാണ്?
ഓ ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. ക്രിസ്തുയേശുവിൽ ഞാൻ പുതിയ സൃഷ്ടിയാണ്, ക്രിസ്തുയേശുവിൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വമാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മളൊന്നും അങ്ങോട്ട് പോകുകയില്ല. എല്ലാവരും എന്നോട് കൂടുന്ന് പറഞ്ഞാട്ടെ. ദൈവദിനം ഞാൻ വായിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. കണ്ണാടിയിൽ നോക്കുന്ന, എല്ലാവരും പറഞ്ഞ കണ്ണാടിയിൽ നോക്കുന്ന ഒരാൾ താൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് പോലെ ദൈവദിനം വായിക്കുമ്പോൾ, ദൈവദിനം കേൾക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് എനിക്ക് മനസ്സിലാകാനായി തുടങ്ങും. ഹല്ലേലൂയ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പലപ്പോഴും പണ്ട് ദൈവദിനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ആ വചനത്തിനകത്തുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഇരുന്ന് കരയുമായിരുന്നു. കരയുന്നതിൻ്റെ കാര്യം, ഞാൻ ആ വചനം വായിക്കുമ്പോഴൊക്കെ എൻ്റെ കുറവുകൾ മാത്രമേ എനിക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളായിരുന്നു. അങ്ങനെ കണ്ടെത്തുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കുറവുകൾ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി എനിക്ക് എന്തൊക്കെ കഴിയുമെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയാറുള്ളത്. ഏതാ നല്ലത്? നമ്മൾ പണ്ട് കണ്ടെത്തിക്കൊണ്ടിരുന്ന, അയ്യോ ഞാനൊരു ബലഹീന സ്വഭാവക്കാരനാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരച്ചിൽ വരും, അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ. ഇപ്പോഴും കരച്ചിൽ വരുന്ന കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ മതി, കൂടെ കരയാൻ കാര്യമൊന്നും അറിയണ്ട, ഞാനും കൂടി ഇരുന്ന് കരയും. അതിപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ദേഷ്യം വരുന്ന കാര്യത്തിൽ വ്യത്യാസം ദൈവം തന്നു. അധികാരം സ്നേഹം കൂടാത്തത് എങ്കിൽ അത് ആളുകളെ വേദനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. എൻ്റെ അകത്ത് ധാരാളം വികാരങ്ങളുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഞാൻ വികാരത്തിൽ അടിമപ്പെടുമായിരുന്നു. ഞാൻ അതെന്തുകൊണ്ട് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അയ്യോ ദൈവമേ എനിക്ക് ഈ കുറവുണ്ടല്ലോ എന്നോർത്ത് കരയുന്നയാളായിരുന്നു ഒരിക്കൽ ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾക്ക് എത്ര പേർ കേൾക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ വചനം വായിക്കുമ്പോൾ എനിക്ക് കുറവുകളുണ്ട്, ശരിയാ. പക്ഷെ ആ കുറവുകളുടെ നടുവിൽ എന്നെ ശക്തീകരിക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും കൂടുതൽ കാണാനായി തുടങ്ങിയത്. ഹല്ലേലൂയ. എനിക്ക് കുറവുകളുണ്ടോ? കുറവുകളുണ്ട്. പക്ഷേ എൻ്റെ ബലഹീനതകളിൽ വീണു പോകാതെ വണ്ണം എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരു ശക്തിയുള്ള കരം എൻ്റെ പുറകിലുള്ളത് ഞാൻ കാണാറുള്ളത്. അപ്പോൾ എൻ്റെ ബലഹീനത കാണുകയല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പകരം എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ ബലഹീനത കണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ബലഹീനതയുടെ മേൽ നടക്കാനായി തുടങ്ങി. എനിക്കതിന് പറ്റുമെന്ന് മനസ്സിലാകാനായി തുടങ്ങി. ഇന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എൻ്റെ ലീഡേഴ്സ് എന്നെ കേൾക്കുന്നോ? ജസ്റ്റിൻ ബ്രദർ കേൾക്കുന്നോ? ബൈബിൾ വായിക്കുന്നൊരു പ്രകൃതം ഉണ്ടെങ്കിൽ നമ്മൾ കേട്ടിരുന്ന അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്, പണ്ട് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഈ മുഖം യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ കൊറ്റും കുറവൊക്കെ കാണാം, നമ്മുടെ കണ്ണ് കോങ്കണ്ണാണോ എന്ന് കാണാം, മൂക്ക് ചൈനീസ് മൂക്കാണോ എന്ന് കാണാം, ചുണ്ടിൻ്റെ അവിടെ കോടിയിരിക്കുകയാണോ എന്ന് കാണാം എന്നത് മാത്രമേ കാണാനായിട്ടുള്ള കഴിവ് കണ്ണാടിക്കുള്ളെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ കോടിയ ചുണ്ട് മാത്രമല്ല കാണിക്കുന്നത്, അപ്പുറത്ത് ആരോഗ്യമുള്ളൊരു ചുണ്ടുള്ളതും കൂടെ കാണിച്ചു തരാൻ കണ്ണാടിക്ക് കഴിയുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ എൻ്റെ കോടിപ്പോയ ചുണ്ടിനെ മാത്രം കാണിച്ചു തരാനേ ആ കണ്ണാടിക്ക് കഴിയുള്ളൂ എന്നാണ് ഒരിക്കൽ ഞാൻ ചിന്തിച്ചിരുന്നത്. അത് മാത്രമേ ഞാൻ ആ കണ്ണാടിയിലൂടെ കണ്ടിരുന്നുള്ളൂ. ദൈവദിനം വായിക്കുമ്പോൾ ആ കുറവുകൾ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കണ്ണാടിയിൽ ആ കുറവുകൾ മാത്രമല്ല ഞാൻ കാണുന്നത്, പകരം എന്നിൽ വ്യാപരിക്കുന്ന, നിങ്ങളെന്താ അനങ്ങാതിരിക്കുന്ന? കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ക്രിസ്തുവിലാരാണ് എന്ന് ഞാൻ കാണാൻ തുടങ്ങി. അതോടുകൂടി കുറവുകളെ മറികടക്കുന്നൊരു ദൈവത്തെ എനിക്ക് അനുഭവിക്കാനായി കഴിയാൻ തുടങ്ങി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്നവരെന്ന് കരമുയർത്തി കാണിക്കാൻ എന്നോടൊപ്പം. ഒത്തിരി ആളുകൾ വായിക്കുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ, നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ആ ബൈബിൾ വായിക്കണേക്കാൾ മുമ്പ് ഇരുന്ന് കരഞ്ഞ കർത്താവേ ഞാൻ എന്നാ നേരെയാകുന്നത് എന്നാണോ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ തോന്നുന്നത്? അതോ എന്നെ ശക്തീകരിക്കുന്നൊരു കർത്താവ് എനിക്കുണ്ടല്ലോ എന്നാണോ തോന്നുന്നത്? ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധയോടെ കേൾക്കൂ. കേൾക്കുന്നവർ സഹോദരന്മാരെ കേൾക്കണം. എൻ്റെ അടിസ്ഥാനം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതായ ഒരു അടിസ്ഥാനമാണ് എൻ്റെ ബൈബിൾ റീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിൾ പഠനത്തെക്കുറിച്ച് എൻ്റെ ആഴത്തിൽ കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഴയ നിയമ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എൻ്റെ മനസ്സ് കിടക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്ര വായിച്ചാലും അതിനെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തുന്നൊരു ബൈബിളായത് മനസ്സിലാകും. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് വന്ന ആ രക്ഷയെക്കുറിച്ച് ശരിയായ അടിസ്ഥാനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു കർത്താവ് ഉണ്ട്. നിങ്ങളെന്ന് അനങ്ങാത്തെ കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരുവനുണ്ട്, എന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. ജോഷ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെ എനിക്കറിയത്തില്ല. നമ്മളുടെ അകത്ത് പഴയ നിയമം അടിസ്ഥാനമാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെയും കൂടെ ഞാൻ ശരിയാവാനുണ്ട്, കർത്താവേ ഞാൻ എന്നാ ഇനി നന്നാവുന്നേ എന്നാ ചിന്ത വരുന്നെങ്കിൽ അപകടമുണ്ട് ജോഷ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാ, എനിക്കൊരു രക്ഷകനുണ്ടെന്ന് മനസ്സിലായി. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ബലഹീനത മനസ്സിലാകണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ബലഹീനത മനസ്സിലാകുന്നൊക്കെ ശരിയാ, പക്ഷേ ബലഹീനതകളിൽ എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ടെന്ന് ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്. അപ്പോൾ ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വരുക, ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ. അപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ കുറ്റവും കുറവും പറഞ്ഞു തരുന്നത്, കുറ്റവും കുറവൊക്കെ നമുക്ക് മനസ്സിലാകാം. പക്ഷെ ആ കുറ്റവും കുറവിൽ നിങ്ങൾ മനസ്സിടിഞ്ഞ് കരഞ്ഞ് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അനുദപിക്കുന്നവരാകരുത്. പകരം ആ കുറ്റത്തിൻ്റെയും കുറവിൻ്റെ നടുവിലും എന്നെ രക്ഷിക്കുന്നൊരു യേശുവിനെ വേദപുസ്തകപ്രകാരം കാണാൻ തുടങ്ങുമ്പോഴാണ്, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് കാണാൻ തുടങ്ങുമ്പോഴാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം നടക്കുന്നത്. എന്നോടൊപ്പം പറഞ്ഞേ, ഈ പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ കണ്ണാടിയിൽ പറഞ്ഞാട്ടെ, ഉറക്കെ പറയണം, ശബ്ദമുയർത്തി പറയണം, പുതിയ നിയമത്തിൻ്റെ കണ്ണാടിയിൽ. ഇത്രയും പേര് പറയുന്ന ആ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, കഷ്ടമായി പോയത്. ഒന്നും കൂടെ പറഞ്ഞാട്ടെ, പുതിയ നിയമത്തിൻ്റെ കണ്ണാടിയിൽ ഞാൻ ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടിയാണ്. എന്നെ കണ്ടാൽ പറഞ്ഞാട്ടെ, എന്നെ കണ്ടാൽ ഒന്നും കൂടെ പറ, എന്നെ കണ്ടാൽ. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി പറ, എന്നെ കണ്ടാൽ ദൈവത്തിൻ്റെ മഹത്വമാണ് ആളുകൾ കാണുക. ഹല്ലേലൂയ. എന്നെ കണ്ടാൽ ഹല്ലേലൂയ, വണ്ടർഫുൾ. നല്ല കണ്ണും, എനിക്ക് 2 നല്ല കണ്ണുണ്ട്, എനിക്ക് നല്ല മൂക്കുണ്ട്, നല്ല ചുണ്ടുണ്ട്, നല്ല നിറമുണ്ട്. ഞാൻ അതിനെയാ കാണേണ്ടത്. യേശു എനിക്ക് തന്ന ദൈവകൃപയാണ് കാണേണ്ടത്. നിങ്ങളത് കാണുന്നതനുസരിച്ച് നിങ്ങൾ വർദ്ധിച്ച് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നേ. ഇനി അടുത്ത വചനത്തിലേക്ക് ഞാൻ വരട്ടെ. അപ്പോൾ ദൈവവചനം വായിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്ന് മനസ്സിലാക്കാനാണ്. എൻ്റെ പരാജയങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തുവിൽ എനിക്ക് എന്തൊക്കെ പറ്റുമെന്ന് മനസ്സിലാക്കാനാണ്. നിങ്ങൾ ആരെങ്കിലും അബദ്ധം പറ്റി ഇതിനകത്ത് പ്രവേശിച്ചതല്ല. ഇറ്റ് ഈസ് എ പ്രീ പ്ലാൻ. എൻ്റെ പിതാവ് ആകർഷിക്കപ്പെടാതെ ആരും ഇതിനകത്തേക്ക് വരത്തില്ല. എൻ്റെ യേശു പറയാതെ ഒരാൾ ഇതിനകത്ത് കയറിയിട്ടില്ല. ജോൺ ദാരുവിന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ആരും അബദ്ധം പറ്റി കയറിക്കൂടിയതല്ല. ഇറ്റ് ഈസ് എ പ്രീ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനാ. പിതാവ് പറയും, ദൈവവചനം പറയുന്നത്, എൻ്റെ പിതാവ് തന്നിട്ടുള്ളതിനൊക്കെയും എനിക്കറിയാം, അതിലൊന്നിനെ പോലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എൻ്റെ പിതാവ് തന്നിട്ടുള്ളതിനൊക്കെ എനിക്കറിയാം, അതിലൊന്നിനെ പോലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, കർത്താവിനാൽ കരുതപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ കേൾക്കുന്ന പറയുന്നത്, ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നുവെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കയറത്തില്ലായിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ ഉള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമാ കയറിയത്.
എനിക്ക് ഇന്ന് നടുവുണ്ട്, നടക്കാൻ പറ്റിയോ ഇല്ലയോ അതെൻ്റെ വിഷയമല്ല. പക്ഷേ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനകത്തേക്ക് ഞാൻ വരാൻ കഴിഞ്ഞത്. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കുറ്റവും കുറവും കണ്ടെത്താതെ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. എൻ്റെ തെറ്റുകളൊക്കെ ഗ്രഹിക്കുന്നത് നല്ലതാ. പക്ഷേ ആ തെറ്റുകളുടെ നടുവിൽ എന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെ കാണണം. ഏറെ കാണേണ്ടത് അതിനെ മറികടക്കുന്ന ദൈവകൃപയെ കാണണം. എന്നെ പിശാച് വഞ്ചിക്കാൻ വരാറുള്ള കാര്യം എന്നാണെന്നറിയോ? ബൈബിൾ വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ മനസ്സിലാകും. പിശാച് പറയും, നോക്കടാ ആ കുറവും കൂടെ നിനക്കുണ്ട്, അതുകൊണ്ടാടാ വെള്ളപ്പാണ്ട് മാറാത്തെ. പണ്ടായിരുന്നെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് കരഞ്ഞേനെ. ഞാൻ പിശാചിനോട് പറഞ്ഞു, പിശാചേ ഇന്നലെ വരെ ഞാൻ തോറ്റ സ്ഥലത്ത് ഞാൻ ഇന്ന് തോറ്റില്ല. കാരണം ദൈവം എന്നെ കരുതി അതിൻ്റെ മേൽ ജയം തന്നു. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. ഇന്നലെ വരെ ഞാൻ തോറ്റ് കിടന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയൊക്കെ ഇന്ന് ഞാൻ എവിടെയാ? ജയാളിയായി നിൽക്കുകയാ. ഇന്നലെ തോറ്റ സ്ഥലത്തല്ല ഞാൻ ജയിച്ചുവെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും തോൽവിയല്ല എനിക്ക് പറയാനുള്ളത്, ജയം മാത്രമാണ്. ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. എല്ലാവരും കരം ഉയർത്തി പറഞ്ഞ, ഞാൻ ആരാണ്? ക്രിസ്തുവിൽ ജയാളിയാണ്. ശബ്ദം ഉയർത്തി പറ, ഞാൻ ആരാണ്? ക്രിസ്തുവിൽ ജയാളിയാണ്. ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ മാത്രമല്ല, ക്രിസ്തുവിൽ നാം ഓരോരുത്തരും ആരായിരിക്കണം, എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, കർത്താവിൻ്റെ സ്നേഹത്തിൽ എങ്ങനെയാണ് നിറയപ്പെടേണ്ടത്, നാം പ്രവർത്തിക്കേണ്ടത് ഏതു വിധത്തിൽ എന്ന് ഓരോന്നും നമ്മളോട് സംസാരിക്കുവാനിടയായിത്തീരും. ആ ബോധ്യത്തിനനുസരിച്ചാണ് നാം ഓരോ നിമിഷവും ആയിരിക്കേണ്ടത്. നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കി തരുന്നതിനോടൊപ്പം നമ്മെ ശക്തമാക്കുന്ന, നമ്മളെ ബലത്തോടെ നിർത്തുന്ന, കുറവുകളിൽ നിന്നും പുറത്തു വരുവാൻ സഹായിക്കുന്ന ഒരു രക്ഷിതാവിനെ, ഒരു ക്രിസ്തുവിനെയും കൂടെ നമുക്ക് സമ്മാനിക്കുന്നു. ആ ക്രിസ്തുവിനെ നമുക്ക് വരച്ചു കാട്ടിത്തരുന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ തിരഞ്ഞെടുത്ത് ഈ വിധത്തിലാക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോ നിമിഷവും കർത്താവിൻ്റെ വചനത്തോട് ഒപ്പമായിരിക്കാം. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ജസ്റ്റിൻ ബ്രദറെ, ഈ അമ്മച്ചിയുടെ പേര് ഭാരതി എന്നാണ്. ഭാരതി. സീരിയൽ നമ്പർ 18 ആണ്. ഈ അമ്മച്ചിയുടെ ഹസ്ബൻഡ് ഏകദേശം 11 വർഷമായിട്ട് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ഓക്കെ. എന്നാൽ നമ്മുടെ ജൂൺ മാസത്തിലെ മീറ്റിംഗിൽ ഈ അമ്മച്ചി കടന്നു വന്നു, അമ്മച്ചിയുടെ ഹസ്ബൻഡ് കടന്നു വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 11 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസമുട്ടിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ചു എന്നാണ് പറയുന്നത്. 11 വർഷമായിട്ട് ശ്വാസതടസ്സമായിരുന്നു. ഒരു ദിവസം 3 പ്രാവശ്യം വീതം ഞാൻ ആശുപത്രി കൊണ്ടുപോകായിരുന്നു. ഒരു ദിവസം 3 പ്രാവശ്യം. അയ്യോ, ഒന്ന് സീരിയസ് ആയ കാര്യമാണ്. കർത്താവ് കൊടുത്ത സൗഖ്യം എത്ര വരുന്നതാണ്? ഒരു ദിവസം 3 പ്രാവശ്യം അങ്ങ് ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകും. എന്നാലാണ് എന്തെങ്കിലും ആശ്വാസം കിട്ടൂ? ആശ്വാസം ശകലം കിട്ടും. പക്ഷേ എനിക്ക് അന്നേരം പ്രഷർ കൂടിയിട്ട് എനിക്കും അസുഖമായിപ്പോയി. ഈ 11 വർഷവും അച്ഛാ എപ്പോഴും ഹോസ്പിറ്റലിലാണോ കൊണ്ടുപോകുന്നത്? എന്നും പോകണം ആശുപത്രിയിൽ. ഒന്ന് ശ്രദ്ധിച്ച് സൗഖ്യത്തിൻ്റെ വലിപ്പം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കേ. 11 വർഷമായിട്ട് എന്നും ഹോസ്പിറ്റലിൽ കയറുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 4 മാസമായിട്ട് ആശുപത്രി പോകണില്ല. 4 മാസമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. പൂർണ്ണമായിട്ടും സൗഖ്യമായി. 2 കൈകൾ ഒന്ന് ചുണയോടെ അടിച്ച് 11 വർഷമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ശ്വാസതടസ്സം യേശു എടുത്തു മാറ്റി. അയ്യോ, അമ്മയ്ക്കും സൗഖ്യം കിട്ടി. കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അത് ഞാൻ TV കണ്ടപ്പോഴാണ് എൻ്റെ അസുഖം മാറിയത്. പിന്നെ എൻ്റെ കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തൊടുപുഴ മീറ്റിങ്ങിൽ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സുഖമായി. ഒരു സൗഖ്യം മാത്രമല്ല, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. TV കണ്ടപ്പോൾ കാലിൻ്റെ വേദന മാറി. മാത്രമല്ല, നമുക്ക് തൊടുപുഴയുള്ള മീറ്റിങ്ങിനും കൂടെ അമ്മ വന്നു. അന്നേരം നമ്മുടെ ബിജു ബ്രദർ പ്രാർത്ഥിച്ചു, പൂർണ്ണമായിട്ട് യേശു സൗഖ്യമാക്കി. 2 കൈകൾ മേടിച്ച് കർത്താവിനെ സ്തുതിക്കുക. താങ്ക് യു. ഈ സിസ്റ്ററിന്റെ പേര് മിനി എന്നാണ്. താൻ ഇടുക്കിയിൽ നിന്നാണ് കടന്നു വരുന്നത്. കോട്ടയം മീറ്റിംഗ് സീരിയൽ നമ്പർ 10. തനിക്ക് തൻ്റെ മോൾക്കുണ്ടായ ഒരു അനുഭവ സാക്ഷ്യമാണ് താൻ പങ്കുവെക്കുന്നത്. താൻ പറയുന്നത് തൻ്റെ മോൾക്ക് മൂക്കിൽ ദശ വളരുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അഞ്ജലി വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ മൂക്കിലെ ദശ മാറിപ്പോയെന്നാണ് സിസ്റ്റർ പറയുന്നത്. പൂർണ്ണമായിട്ടും സൗഖ്യമായി. മോൾക്ക് എത്ര നാളുകൊണ്ട് പ്രയാസമുണ്ട്? 2 വർഷമായിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഡോക്ടറെ കഴിഞ്ഞ ആശുപത്രി ചെന്നപ്പം സ്കാൻ ചെയ്തപ്പം പറഞ്ഞു മൂക്കി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മരുന്ന് ഒഴിക്കത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ TV പ്രോഗ്രാമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ദശ കുറഞ്ഞു. എല്ലാം ഒരു കുഴപ്പമില്ല. സ്കൂളിൽ പോകുന്നുമുണ്ട്. 2 കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ പ്രയർ സെന്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു.
പൂർണ്ണമായിട്ടും സൗഖ്യമായി. അപ്പോൾ തന്നെ തനിക്ക് 5 വർഷമായിട്ട് കൈയുടെ തോളിന്റെ ഭാഗത്ത് ശക്തമായ വേദന, സിസ്റ്റർ പറയുന്ന കഠിനമായ വേദനയായിരുന്നു എന്നാ പറയുന്നത്. കഠിനമായ വേദനയായിരുന്നു. അതുപോലെ തന്നെ 10 വർഷമായിട്ടുണ്ടായിരുന്ന തലവേദന ഉണ്ടായിരുന്നു. അത് TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇത് രണ്ടും സൗഖ്യമായെന്നാണ് താൻ സാക്ഷ്യപ്പെടുന്നത്. രണ്ടും സൗഖ്യമായി. ഒരു കുഴപ്പമില്ല, കൈയൊക്കെ നല്ലപോലെ കൈ നന്നായിട്ട് പൊക്കാനൊക്കെ പറ്റും. ഒരു കുഴപ്പമില്ല. നേരത്തെ തോള് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന പോലായിരുന്നു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പൂർണ്ണമായിട്ട് സൗഖ്യമായി. വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് നിൽക്കുന്നത്. ഒന്ന് കരങ്ങളി അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് മോളുടെ ദശ പ്രയാസം മാറി, 2 അമ്മയുടെ കൈയുടെ പ്രശ്നം മാറി. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇതേ രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്? ഒന്ന് കരങ്ങളി അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചേ. കോട്ടയം മീറ്റിംഗ് സീരിയൽ നമ്പർ 22. ഓക്കെ. തൻ്റെ പേര് അച്ചാമ്മ പൗലോസ് എന്നാണ്. താൻ തിരുവല്ലയിൽ നിന്നാണ് കടന്നു വരുന്നത്. തനിക്ക് ഷുഗറിൻ്റെ രോഗമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു നെഞ്ചുവേദനയായിരുന്നു. പക്ഷേ അത് താൻ വീട്ടിലുള്ളവരടുത്ത് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUവിൽ കയറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട് നെഞ്ചുവേദനയെക്കുറിച്ച് വീട്ടിലുള്ളവരടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ TV പ്രോഗ്രാം കാണുന്നത്. ആ സമയത്ത് ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ നെഞ്ചിലുള്ള വേദനയുള്ള ഭാഗത്ത് കൈവെക്കാൻ പറഞ്ഞു. കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ആ നെഞ്ചുവേദന മാറിപ്പോയി. നെഞ്ചുവേദന പൂർണ്ണമായിട്ടും മാറിപ്പോയി. എത്ര നാൾ കൊണ്ടുണ്ടായിരുന്നു നെഞ്ചുവേദന? അപ്പത്തുണ്ടായതാണ്. എനിക്കപ്പം മനസ്സിലായി, ഞാൻ പണ്ടും ഇതുപോലെ ICU കയറിയിട്ടുണ്ട്. ഇത് ICU കയറേണ്ട ഒരു കേസാണ്. വീട്ടിൽ പറഞ്ഞാൽ ഞാൻ ഷുഗർ നോക്കിയില്ല, എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ സെറ്റിയിൽ ഇങ്ങനെ തിരിഞ്ഞു കിടന്നുകൊണ്ട് TV-യിലൊക്കെ നോക്കിക്കൊണ്ട് കിടന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞപ്പോൾ അവരാരും കാണാതെ ഞാൻ നെഞ്ചിലോട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കുടച്ചിലങ്ങുണ്ടായി. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ നെഞ്ചുവേദന പോയി. ഓ, കൈകളി അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എന്ത് സന്തോഷമുള്ള സാക്ഷ്യമാണ് അമ്മയ്ക്ക് കിട്ടിയത്. അമ്മ ആരോടും പറയത്തില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വഴക്ക് പറയും. പക്ഷേ TV-യിൽ ആരും കാണാതെ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ സകലവും കാണുന്നവൻ അമ്മയെ കണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സാക്ഷ്യം കൂടെ ഉണ്ട്, അത് എഴുതിയിട്ടുണ്ടായിരുന്നു. കൈക്ക് റിസ്റ്റിൽ ഒരു വേദന വന്നു 6-7 മാസം മുമ്പ്. അപ്പോൾ ആശുപത്രി കാണിച്ചു, കുറേ മരുന്നുകൾ തന്നു, ഇവിടെ ബെൽറ്റ് ഇടാനായിട്ട് തന്നു. ഒന്നും കുറയാതെ വന്നപ്പോഴവർ പറഞ്ഞു ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിസ്റ്റിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എനിക്ക് പേടിയായിരുന്നു. എടുത്താൽ ഇനി എന്തോ ഷുഗറൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പ്രയാസമായിരുന്നു. ഞാനൊരു ദിവസം രാവിലെ കണ്ടുകൊണ്ടിരുന്നപ്പം അന്ന് തിരുവല്ലയിൽ മീറ്റിംഗ് ഉണ്ട് ഷാരോണിൽ. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, കൈക്ക് റിസ്റ്റിൻ്റെ വേദനയായിട്ടിരിക്കുന്ന ഒരു സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തന്നെ സൗഖ്യമാവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും സൗഖ്യം അനുഭവപ്പെട്ടില്ല. ഞാൻ അന്ന് അത് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും ആയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് ഇത് കുറഞ്ഞെന്നറിഞ്ഞില്ല. പിന്നെ ആ വേദന പൂർണ്ണമായിട്ട് സൗഖ്യം. അമ്മ പോലും അറിഞ്ഞില്ല. അമ്മ അറിയാതെ തന്നെ കർത്താവ് അമ്മയെ സുഖപ്പെടുത്തി. 2 കൈകളും അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. റിഡ്സിലെ വേദനയും നെഞ്ചുവേദനയും ഷുഗറൊക്കെ ഡയബറ്റിക് ഒക്കെ അപ്പം നോർമലാണെന്ന് അർത്ഥം. കരങ്ങളെ വീശിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് ശബ്ദമായിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിതാ, അവിടുത്തെ വചനത്തിൽ നിന്നും കർത്താവേ ഞങ്ങളുടെ മുഖത്തെ ഞങ്ങൾ ഏതു വിധത്തിലായിരിക്കണമെന്ന കർത്താവെ കണ്ണാടി പോലെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വിധത്തിൽ ഞങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കേണ്ടതിന് യേശുപിതാ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. യേശുപിതാ, കർത്താവെ, ഈ പ്രോഗ്രാം കാണുമ്പോൾ കർത്താവെ മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്ന പോലെ കർത്താവെ ഇത്രയും മുടിയുള്ള ഒരു മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, വിദ്യാർത്ഥിനിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിതാ, ആ മകള് ഒന്നിനും എനിക്ക് കഴിയുന്നില്ല എന്ന് വേദനയോടെയാണ് ആയിരിക്കുന്നത് കർത്താവെ. അവിടുത്തെ ശക്തി ആ മകളുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ കരുതുന്ന കരം ആ മകൾക്ക് വ്യക്തമായി മനസ്സിലാകുവാനിടയാവട്ടെ അപ്പാ. ഇപ്പോൾ എനിക്ക് സാധ്യമല്ല എന്ന് ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും ജയിക്കുവാൻ തക്കോണം യേശുപിതാ അവിടുന്ന് സഹായിക്കുന്നതിനെ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. യേശുപിതാ നന്ദി കർത്താവെ. ആ മകൾ അനേകർക്ക് വെളിച്ചമായിരിക്കട്ടെ അപ്പാ, അനേകർക്ക് ദീപമായിരിക്കട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, യേശുപിതാ ശരീരത്തിൽ കർത്താവെ മുഴകൾ പോലെ വന്നിരിക്കുന്ന ദേഹം മുഴുവനും മുഴകൾ പോലെ തൂങ്ങിക്കിടക്കുന്നത് പോലെ ആയിരിക്കുന്ന രോഗത്താലായിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി ഈ മെസ്സേജ്
ഒരു ചെയറിലിരുന്നു കൊണ്ട്, ഒരു പ്ലാസ്റ്റിക് ചെയറിലിരുന്നു കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഒരു ജോലിക്കും പോകുവാൻ കഴിയാതെ വീട്ടിലായിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുപിച്ച, അവിടുന്ന് സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി പറയുന്നു. അവിടുത്തെ ശക്തി അവിടുന്ന് അയച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവർത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ നന്ദി അപ്പാ. കർത്താവെ, പ്രായമായ ഒരമ്മ, കണ്ണിന് കാഴ്ചക്കുറവുമായി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ അമ്മേനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച, അവിടുത്തെ ശക്തി ആ അമ്മയുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമ്മയുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവർത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിക്കണമേ അപ്പാ. കർത്താവെ, വയറ്റിൽ പ്രയാസമായതിനെ തുടർന്ന്, യൂട്രസിൽ പ്രയാസമായതിനെ തുടർന്ന് കർത്താവെ ആയിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച, കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. യേശുവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴും മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം: ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.